ചെറുവത്തൂർ കുളങ്ങാട്ട് മലയടിവാരത്തെ കെ.പി. വിനീതയുടെയും കുടുംബത്തിന്റെയും ആശങ്ക പരിഹരിക്കാൻ ഇനിയും നടപടിയായില്ല. മുകൾ തട്ടിലുള്ള വിള്ളൽ മൂലം പാറക്കല്ലുകളും ചരൽമണ്ണും ഭീഷണിയുണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടിയുണ്ടാകുമെന്ന വാഗ്ദാനവും നടപ്പായില്ല. കഴിഞ്ഞ വർഷം ജൂൺ മാസം ആദ്യം ചെറുവത്തൂർ കുളങ്ങാട്ട് നെല്ലിക്കാൽ ബസ് സ്റ്റോപ്പിന് മുകളിലായി വാഹനങ്ങൾ കുന്നിലേക്ക് കയറുന്ന റോഡിന്റെ പകുതി പിളർന്നാണ് താഴ്വാരത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയുണ്ടായത്. കെ.പി. വിനീതയുടെ കുടുംബത്തിന് അന്ന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. കവുങ്ങുകളും തെങ്ങും ഉൾപ്പെടെ കാർഷിക വിളകൾ നശിച്ചു. വീടിന്റെ അടുക്കള ഭാഗം മുഴുവനായി ചരൽമണ്ണും ചെളിയും ഒന്നാകെ ഒഴുകിയെത്തി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയിരുന്നു. ഒരു വർഷം പൂർത്തിയാവാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വീണ്ടും വീടിനടുത്തേക്ക് ചെളിയും മണ്ണും കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച റവന്യൂ, മൈനിംഗ്, ജിയോളജി, സോയിൽ കൺസർവേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രതിനിധികളും ചെറുവത്തൂർ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. വിള്ളലൊന്ന് ഫില്ല് ചെയ്യാന്നല്ല പറയുന്നത്. അത് എത്ര പോലെ ശാശ്വത പരിഹാരം കാണുന്നതെന്ന് അറിയില്ല. പിന്നെ ഈ മഴക്ക് നമ്മൾ ഇതിന് ഫുള്ളായിട്ടൊരു പരിഹാരം കാണുമെന്ന് നമുക്കറിയില്ല. പേടിയോടെയാണ് നമ്മളിവിടെ കഴിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നല്ല മണ്ണും ചളിയെല്ലാം വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൻ്റെ ഉള്ളും കട്ടിലയും ജനലെല്ലാം തന്നെ ഈ ചെതലരിച്ചിട്ട് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ 2 മഴക്ക് തന്നെ വീട്ടിൻ്റെ അടുക്കള ഭാഗം വരെ ചളി വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ മഴക്ക് മുന്നേ ഇവരെന്ത് ചെയ്തു തരാമെന്നെല്ലാം പറയുന്നത് എനിക്കൊരു വിശ്വാസം വരുന്നില്ല. ഇത്രയും ഈ മഴ ഇപ്പം എത്തി, ഇനിയിപ്പോൾ എന്താവും എന്തോന്നും എനിക്കറിയില്ല. ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് കുന്നിൻ മുകളിൽ റോഡ് പിളർന്നു മാറിയ ഭാഗമടച്ച് റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിച്ച് ചാൽക്കീരി മുകളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം തിരിച്ചുവിടാനുള്ള സംവിധാനമാണ് ഒരുക്കുകയെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും വേനൽ മഴയ്ക്ക് പിന്നാലെ എത്തുന്ന കാലവർഷത്തിനു മുൻപ് പരിഹാര നടപടികൾ നടക്കുമെന്ന പ്രതീക്ഷ താഴ്വാരത്തെ കുടുംബങ്ങൾക്ക് ഇപ്പോഴില്ല. കഴിഞ്ഞ വർഷം കുന്നിൻ ചെരുവിൽ ഭീഷണിയിൽ കഴിഞ്ഞ ഏതാണ്ട് 20 കുടുംബങ്ങളിലെ 50-ൽ പരം പേരെ കാടങ്കോട് ഫിഷറീസ് സ്കൂളിലും തൊട്ടടുത്ത തറവാട് ക്ഷേത്ര കമ്മിറ്റി ഹാളിലുമായാണ് പാർപ്പിച്ചത്. ശനിയാഴ്ചയാണ് ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തിയത്. ഹോസ്ദുർഗ് തഹസിൽദാർ പ്രേമാനന്ദിന്റെ നേതൃത്വത്തിലാണ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടുന്നവർ സ്ഥലം സന്ദർശിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.